ലഹരി വിരുദ്ധ കമ്മിറ്റിയുടെ അമരക്കാരനായ CPM നേതാവ് MDMA പിടിയിലായിരിക്കുന്നു. അതായത് കേരളം ലഹരിയിൽ മുങ്ങിയിരിക്കുന്നു എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അത് കേരളം ഭരിക്കുന്ന സർക്കാരും സമ്മതിക്കുന്ന ഒന്നാണ്. എന്നാൽ ആരാണ് ഈ കേരളത്തെ ലഹരിയിൽ മുക്കിയത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ സർക്കാരും മടിച്ചു നിൽക്കുമ്പോഴാണ് ദിവസവും ഇങ്ങനെ CPM നേതാക്കൾ ലഹരി കേസിൽ പെടുന്നത്. അതുകൊണ്ട് ലഹരിക്ക് പിന്നിൽ ഏതു പാർട്ടിയാണെന്ന് ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ് കാര്യങ്ങൾ. ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും തട്ടകമായ കണ്ണൂരിൽ പാർട്ടി നേതാവ് MDMA പിടിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് കർണാടകത്തിൽ നിന്നും അതിർത്തി കടന്നു വരുമ്പോഴാണ് രഹസ്യ സന്ദേശത്തിന്റെ പുറത്ത് അറസ്റ്റിലായിരിക്കുന്നത്. കണ്ണൂർ വളപട്ടണം CPM ലോക്കൽ കമ്മിറ്റി അംഗത്തെയാണ് MDMA പിടികൂടിയത്. വളപട്ടണത്തെ പ്രമുഖ നേതാവും ലോക്കൽ കമ്മിറ്റി അംഗവുമായ VK ഷമീറാണ് വാഹന പരിശോധനയ്ക്കിടെ 18 ഗ്രാം MDMA പിടിയിലായിരിക്കുന്നത്. കർണാടകയിൽ നിന്നും വരുമ്പോൾ ഇരിട്ടി കൂട്ടുപുഴയിൽ നിന്നുമാണ് ഷമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ ലഹരിക്കടത്ത് ഒരു ജോലിയാക്കിയിരുന്ന നേതാവാണ് ഇയാൾ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ബിസിനസ്സിനായി രഹസ്യ അറകളും കാറിൽ തന്നെ അദ്ദേഹം നിർമ്മിച്ചിരുന്നു. കാറിന്റെ ആ രഹസ്യ അറയിലാണ് പ്രതി MDMA വളരെ സൂക്ഷ്മമായി വച്ചിരുന്നത് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. CPM നേതൃത്വത്തിലെല്ലാം നല്ല സ്വാധീനമുള്ള നേതാവാണ് ഷമീർ. പണ്ടൊക്കെ CPM-ന്റെ നേതാക്കന്മാർ മാത്രമല്ല, വെറും പാർട്ടി അംഗങ്ങൾ വരെ എന്ത് തൊഴിലാണ് ചെയ്യുന്നത് എന്ന വ്യക്തമായ നിരീക്ഷണങ്ങൾ നേതൃത്വത്തിനുണ്ടായിരുന്നു. ഒരു കടിഞ്ഞാണുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ലെന്ന് മാത്രമല്ല, ബിനീഷ് കൊടിയേരി വരെ അതേ ബിസിനസ് ചെയ്തു വന്നതും അറസ്റ്റിലായി വർഷങ്ങൾ ജയിലിൽ കിടന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ പാർട്ടിയുടെ തണലിൽ പിന്തുണയിൽ ഈ ബിസിനസ് വളരും എന്നതാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന ധൈര്യം എന്ന് പറയുന്നത്. അതുപ്രകാരം ബാംഗ്ലൂരിൽ നിന്നും സുഹൃത്തിനൊപ്പം കാറിൽ MDMA കടത്തുമ്പോഴാണ് ഷമീർ പിടിയിലാകുന്നത്. പാർട്ടിയിൽ തന്നെ ഇതിനെക്കുറിച്ച് അനിഷ്ടമുള്ളവർ ഉണ്ടാകാം. അതുകൊണ്ടാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഷമീറിനെ പിടികൂടുന്നത്. ചെറിയ പുള്ളിയല്ല ഷമീർ. DYFI പ്രാദേശിക നേതാവായിരുന്ന ഷമീർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളപട്ടണത്തിൽ നിന്നും CPM-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. LDF സ്ഥാനാർത്ഥിയായി അവർ മത്സരിക്കുകയായിരുന്നു. ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇതേ വളപട്ടണത്ത് സംഘടിപ്പിച്ച ഒരു ലഹരി വിരുദ്ധ റാലിയുടെ സംഘാടകൻ കൂടിയായിരുന്നു ഈ CPM നേതാവ്. ഏതായാലും എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഷമീറിനെ പാർട്ടിയിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി CPM അറിയിച്ചിരിക്കുന്നു.